ഹായ്, നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നതാണ്. മലയാളത്തിൽ നമ്മൾ പക്കിച്ചെടി എന്ന് പറയുന്ന നാട്ടുമ്പുറത്ത് പക്കിച്ചെടി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് ഒരു ബട്ടർഫ്ലൈയുടെ, അതായത് ഒരു ചിത്രശലഭം വന്നിരിക്കുന്ന ഒരു ഷേപ്പിലായതുകൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പൊതുവെ പറയപ്പെടുന്നത്. ഇതാണെങ്കിൽ ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ പ്ലാന്റായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. നീർവാർച്ച കൂടുതലുള്ള മണ്ണിൽ നടുന്നതാണ് ഏറ്റവും ഉചിതം. അതായത് വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെടിച്ചട്ടികൾ വളർത്തുന്നതാണ് മാക്സിമം നല്ലത്. ഇതിനാണെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഹെവി ആയിട്ടുള്ള ബയോഗ്യാസിൻ്റെ സ്ലറിയൊന്നും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒഴിച്ചു കഴിഞ്ഞാൽ കടുപ്പത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട് അഴുകി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ചുവട്ടിലൊരു ചെറിയ കിഴങ്ങുണ്ട്. ആ കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഒരു ചട്ടിയിലൊരു ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു തൈ വെച്ച് കഴിഞ്ഞാൽ അതാണെങ്കിൽ ഒരു 2-3 മാസത്തിന് റേഞ്ചിൽ അത് പൊട്ടി പുതിയ തൈകളുണ്ടായി ചട്ടി മൊത്തം നിറഞ്ഞ് നല്ല രീതിയിൽ അത് വളരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ ചെറിയൊരു പൂവുമുണ്ട് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ ഈ കളർഫുള്ളായിട്ടുള്ള ഈ ഇല കാണാനാണ് വളരെയധികം രസമായിട്ടുള്ളത്. നീർക്കെട്ട് ഒഴിവാക്കുന്ന സ്ഥലത്ത് ഇത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മൾ ഒരു തെങ്ങിൻ തടി, പഴയ ഒരു തെങ്ങിൻ തടിയുടെ മേളിൽ ഹോളിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഈ ചട്ടി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സാധാരണ നഴ്സറികളിൽ ഇതിന് 250-നും 270-നും മാക്സിമം 300 രൂപയുടെ റേഞ്ചാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ബേസിക്കലി ഉള്ള പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ചില നഴ്സറികളിൽ 500-700 രൂപ വരെ ചോദിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹെൽത്തി പ്ലാന്റിൻ്റെ വില 300 രൂപയ്ക്ക് താപ്പോട്ടാണ്. അതായത് 200-നും 300-നും ഇടയ്ക്കായിട്ടുള്ളൊരു റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഈ ഇലയുടെ ഷേപ്പും ഈ കളർഫുള്ളും കാരണം തന്നെ ഇതിൻ്റെ തൈകളുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ല സെയിൽ നടക്കുന്നൊരു ചെടി തന്നെയാണ് ഇത്. അത് ആ ഒരു കാരണമാണ് ഇതിന് 700 രൂപ വരെ മോഹവില ചോദിക്കാനുള്ള കാരണം. ആ ഒരു ഇതാണ് ഡിമാൻഡുള്ളൊരു ചെടി കൂടിയാണ് ഇത്. ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് വളർത്താം. സൂര്യപ്രകാശത്തിൻ്റെ ഒത്തിരി ആവശ്യമില്ല, എന്നാൽ സൂര്യപ്രകാശം ആവശ്യമുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കണം. ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും വളരെയധികം നല്ലത്. മൈന്യൂട്ടായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കിഴങ്ങ് പൊട്ടിയാണ് പുതിയ തലമുറകൾ ഉണ്ടാകുന്നത്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പഴയ എപ്പിസോഡുകൾ കാണുവാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലായ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ്, ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ, ആനിമൽസ്, ഫിഷ്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും പരിചയപ്പെടുത്തൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ. അപ്പോൾ നന്ദി, നമസ്കാരം.